ഇതിപ്പോ ഇന്നലെ നടന്ന വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലെ പകുതിയിലധികം വരുന്ന ജനാധിപത്യ വിശ്വാസികൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് മനസ്സിലാവുന്ന ഒരു വലിയ കാര്യം, എത്ര വലിയ ഫാസിസ്റ്റ്, എത്ര വലിയ ജനവിരുദ്ധ രാജ്യവിരുദ്ധ ഗവൺമെന്റ് ആണെങ്കിൽ കൂടി വിദ്യാർത്ഥികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ മുട്ടുമടക്കുന്നുള്ളതിന്റെ വലിയ തെളിവാണിത്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് രാജ്യത്തിലെ യുവതലമുറയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കി തന്നെ ഒരു സമര പരമ്പരയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ഈ ആൻഡ്രോയിഡ് കാലഘട്ടത്തില് ഒരുപാട് നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകര് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് തീരെ രാഷ്ട്രീയ ബോധമില്ല, രാഷ്ട്രബോധമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഇടയ്ക്ക് പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇന്നിപ്പോ ഇത്രയും മാസങ്ങളായി നീണ്ടു നിന്ന ഈ സമരത്തിന് നമുക്ക് ഒരു വിടയിപ്പ് കിട്ടിയത് സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം മേഡം പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു വിരോധാഭാസമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ഡൽഹിയിൽ ഈ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ അതേ കോൺഗ്രസിന്റെ സർക്കാരിന്റെ പോലീസ് ഇവിടെ പങ്കെടുക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ പരിപാടി നടത്തുന്നവർക്കെതിരെ കേസ് എടുക്കുന്നു. അതിലൊരു വിരോധാഭാസമില്ല. ഇന്നലെ നടന്ന പ്രക്ഷോഭത്തിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആള് കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഗതാഗത തടസ്സമുണ്ടായി. അപ്പൊ അങ്ങനെയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. അപ്പൊ അതില് ഇറ്റ്സ് എ വെരി കോമൺ തിങ്. ഏതായാലും എന്നാ നമ്മള് ഒരു പൊതുസ്ഥലത്ത് കൂടുതൽ പൊതുജനങ്ങളെ ഉപദ്രവിക്കുന്ന മാതിരി ഒരു ആക്ട് നടത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ പോരാട്ടങ്ങൾ പൊതു ഇടങ്ങളിൽ തന്നെ നടത്തിയേ പറ്റൂ. അപ്പൊ അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റും.